അപ്പോൾ പ്രിയപ്പെട്ടവരെ, ഇന്ന് കർക്കിടക വാവ് ബലിയാണ്. പിതൃക്കളുടെ ആത്മശാന്തിക്കായി പുണ്യതീർത്ഥങ്ങളിൽ ബലിയർപ്പിക്കാൻ പതിനായിരങ്ങൾ ഒഴുകി എത്തിക്കൊണ്ടിരിക്കുകയാണ്. സംസ്ഥാനത്തുടനീളമുള്ള ക്ഷേത്രങ്ങളിലും സ്നാനഘട്ടങ്ങളിലും പുലർച്ചെ മുതൽ ചടങ്ങുകൾക്ക് തുടക്കമായി. തിരുവനന്തപുരം തിരുവല്ലം ശ്രീ പരശുരാമസ്വാമി ക്ഷേത്രം, വർക്കല പാപനാശം ബീച്ച്, ആലുവ മണപ്പുറം, കോഴിക്കോട് ശ്രീകണ്ഠേശ്വര ക്ഷേത്രം, വയനാട് തിരുനെല്ലി ക്ഷേത്രം തുടങ്ങിയവയാണ് ബലിതർപ്പണ കേന്ദ്രങ്ങൾ. വിപുലമായ സജ്ജീകരണങ്ങൾ ഇവയിൽ എല്ലാം ഒരുക്കിയിട്ടുണ്ട്. ആലുവയിൽ നിന്ന് സെയ്ഫുനിസ അലിയാറും, തിരുവല്ലം ക്ഷേത്രത്തിൽ നിന്ന് ചന്തു ചന്ദ്രശേഖരും, തിരുനാവായിൽ നിന്ന് ശാന്തകുമാറും, വരക്കൽ ബീച്ചിൽ നിന്ന് പ്രസാദ് ഉടുമ്പശ്ശേരിയും നമുക്കൊപ്പം ചേരുകയാണ്. ആദ്യം നമുക്ക് തിരുവനന്തപുരത്തേക്ക്, തിരുവല്ലം ശ്രീ പരശുരാമ സ്വാമി ക്ഷേത്രത്തിലെ ബലിതർപ്പണ ചടങ്ങുകൾ എങ്ങനെയാണെന്ന് ചന്തുവിനോട് ചോദിക്കാം. ചന്തു, എപ്പോഴാണ് ചടങ്ങുകൾ ആരംഭിച്ചത്? ഭക്തരുടെ, വിശ്വാസികളുടെ എത്രത്തോളം ഒഴുക്കുണ്ട് അങ്ങോട്ടേക്ക്? ബിനിൽ, പുലർച്ചെ 2:30 മുതലാണ് തിരുവല്ലം പരശുരാമ സ്വാമി ക്ഷേത്രത്തിൽ ബലിതർപ്പണ ചടങ്ങുകൾ ആരംഭിച്ചത്. വലിയ തിരക്ക് തന്നെ, ഭക്തരുടെ അത്യപൂർവമായ തിരക്ക് തന്നെ ഈ തിരുവല്ലം പരശുരാമ സ്വാമി ക്ഷേത്രത്തിൽ അനുഭവപ്പെടുന്നുണ്ട്. എല്ലാ വർഷവും 50,000-ഓളം പേർ ഈ ക്ഷേത്രത്തിലെത്തി ബലിതർപ്പണ ചടങ്ങുകൾ പൂർത്തിയാക്കി മടങ്ങാറുണ്ടെന്നാണ് ദേവസ്വം അധികൃതർ തന്നെ വ്യക്തമാക്കുന്നത്. പ്രധാനമായും 9 ബലിതർപ്പണ ചടങ്ങുകൾ നടത്തുന്നതിന് വേണ്ടിയിട്ടുള്ള മണ്ഡപങ്ങളാണ് തിരുവല്ലം പരശുരാമ സ്വാമി ക്ഷേത്രത്തിൽ ഒരുക്കിയിട്ടുള്ളത്. ഈ 9 മണ്ഡപങ്ങളിലായി ഒരേ സമയം 3500-ഓളം പേർക്ക് ബലി അർപ്പിക്കുന്നതിനുള്ള ക്രമീകരണമാണ് പ്രധാനമായും ഇവിടെ ഒരുക്കിയിട്ടുള്ളത്. 2:30 മുതൽ തന്നെ ഈ ക്ഷേത്രത്തിൽ വലിയ തിരക്ക് ബലിതർപ്പണ ചടങ്ങുകൾക്ക് വരുന്നുണ്ട്. നമ്മൾ ഈ ദൃശ്യങ്ങളിൽ കാണുന്നത് പോലെ തന്നെ കിണ്ടിയിൽ തീർത്ഥം നിറച്ച ശേഷം ഈ വാഴയിലയിൽ ചെറു ഉരുളകളായി പിണ്ടം വയ്ക്കുന്നു. ആ പിണ്ടത്തിന്മേൽ ദ്രവ്യങ്ങൾ അർപ്പിച്ച് ഇവിടെ കാർമ്മികത്വം, അതായത് ഈ പുരോഹിതർ പറയുന്നതിനനുസരിച്ച് ആ മാർഗനിർദ്ദേശങ്ങൾ സ്വീകരിച്ച് ഇവിടെ നിന്നും തൊട്ടടുത്തുള്ള നദിയിലേക്ക് പോയി മുങ്ങി നിവരുന്നു. അങ്ങനെയാണ് ഈ പിതൃതർപ്പണ ചടങ്ങുകൾ ഇവിടെ നടക്കുന്നത്. പ്രധാനമായും ഈ പിതൃക്കൾക്ക് മോക്ഷ ലഭിക്കുന്നതിന് വേണ്ടി അർപ്പിക്കുന്ന ഒരു ചടങ്ങായിട്ടാണ് ഈ വാവുബലി ദിവസം, ഈ അമാവാസി ദിവസം നടത്തുന്ന ഈ പ്രത്യേക ബലിതർപ്പണത്തെ കാണുന്നത്. അതുകൊണ്ട് തന്നെ വിശ്വാസികൾ വളരെ ആചാരപൂർവ്വം, വിശ്വാസപൂർവ്വം വ്രതം നോറ്റ് പ്രധാനമായും ഈ ചടങ്ങുകൾക്ക് എത്തുന്നുണ്ട്. ഇന്നലെ ഒരിക്കൽ വ്രതം എന്ന് പറയുമ്പോൾ ഒരു നേരം മാത്രം അരി ആഹാരം കഴിക്കുകയും ബാക്കി സമയങ്ങളിൽ വ്രതം എടുത്തുകൊണ്ട് ഇന്ന് പുലർച്ചെ തന്നെ ദേഹശുദ്ധി വരുത്തി ഇത്തരത്തിൽ ബലി നോറ്റ് ഇവിടെ നിന്നും പിതൃക്കൾക്ക് ഈ കർമ്മം നടത്തി മോക്ഷം നൽകി മനഃശുദ്ധിയോടുകൂടി ഇവിടെ നിന്നും പിരിയുന്നു. അതാണ് പ്രധാനമായും ഈ വാവുബലി ചടങ്ങുമായി ബന്ധപ്പെട്ട് ഇവിടെ നടക്കുക. എന്തായാലും 9 ബലി മണ്ഡപങ്ങളിലായി 3500-ഓളം പേർക്ക് ഇവിടെ ബലിയർപ്പിക്കുന്നതിനുള്ള ചടങ്ങുകൾ അല്ലെങ്കിൽ അത്തരത്തിലുള്ള ക്രമീകരണങ്ങൾ ഏർപ്പെടുത്തിയിട്ടുണ്ട്. ദേവസ്വം ബോർഡ് വലിയ തരത്തിലുള്ള ഒരുക്കങ്ങളാണ് നടത്തിയിട്ടുള്ളത്. പ്രധാനമായും ഈ നദികളിൽ, ഈ സ്നാന ഘട്ടങ്ങളിൽ പാലങ്ങൾ തീർത്തുകൊണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും കടക്കുന്നതിനുള്ള സംവിധാനം അത് ഏർപ്പെടുത്തിയിട്ടുണ്ട്. വരി നിൽക്കുന്നതിന് അധിക സമയം നീണ്ടു നിൽക്കാതെ പ്രധാനമായും ഈ വരികളിൽ കൂടി കടന്നു പോകുന്നതിനുള്ള സംവിധാനവും ഒക്കെ ഒരുക്കി. അത്തരത്തിലുള്ള ക്രമീകരണമുണ്ട്. ഗതാഗത ക്രമീകരണം അത് പോലീസിന്റെ ഭാഗത്തു നിന്നും ഒരുക്കിയിട്ടുണ്ട്. എന്തായാലും വിപുലമായ ഒരു ഒരുക്കം ഇതുമായി ബന്ധപ്പെട്ട് നടത്തിയിട്ടുണ്ട്. നേരത്തെ തന്നെ ഈ വാവുബലിയുമായി ബന്ധപ്പെട്ട് അതിന്റെ മുന്നൊരുക്കങ്ങൾ വിലയിരുത്തുന്നതിന് പലതരത്തിലുള്ള കളക്ടറുടെ അടക്കമുള്ള വിലയിരുത്തലുകൾ നടത്തി അതിനുശേഷമാണ് ഇപ്പോൾ ഈ ബലിതർപ്പണ ചടങ്ങുകൾ പുരോഗമിക്കുന്നത്. ഈ പരശുരാമ ക്ഷേത്രം, പരശുരാമ ക്ഷേത്രത്തിൽ മാത്രമല്ല, നേരത്തെ ബിനിൽ സൂചിപ്പിച്ചതുപോലെ വർക്കല പാപനാശത്തും ഇതുപോലെ ഒരുക്കങ്ങൾ നടക്കുന്നുണ്ട്. ഒരേ സമയം 500-ലധികം പേർക്ക് അവിടെ ബലിതർപ്പണ ചടങ്ങുകൾ നടത്തുന്നതിനുള്ള സൗകര്യമാണ് വർക്കല പാപനാശത്ത് ഒരുക്കിയിട്ടുള്ളത്. പ്രധാനമായും പാപനാശത്തെ സംബന്ധിച്ചിടത്തോളം കടൽ കയറ്റം കഴിഞ്ഞ ദിവസം രൂക്ഷമായിരുന്നു. അതുകൊണ്ട് തന്നെ അവിടെ സ്നാനത്തിനുള്ള തയ്യാറെടുപ്പുകൾ എത്രമാത്രം കൃത്യമായി നടക്കും എന്നതിനെ സംബന്ധിച്ച് ചെറിയ അനിശ്ചിതത്വം നിലനിന്നിരുന്നു. എന്നാലും ഈ മാർഗനിർദ്ദേശങ്ങളൊക്കെ സ്വീകരിച്ച് സ്നാനം നടത്തുന്നതിനുള്ള സൗകര്യങ്ങളാണ് പ്രധാനമായും ഒരുക്കിയിട്ടുള്ളത്. ഈ തിരുവല്ലവും പാപനാശവും കഴിഞ്ഞാൽ പ്രധാനമായും തിരുവനന്തപുരം ജില്ലയെ സംബന്ധിച്ചിടത്തോളം ശംഖുമുഖത്ത് ഏറ്റവും അധികം പേരെത്തി ബലിതർപ്പണ ചടങ്ങുകൾ നടത്തിയിരുന്ന ഒരു സ്ഥലമാണ്. പക്ഷേ നമുക്കറിയാം, കഴിഞ്ഞ കുറച്ചു വർഷങ്ങളായി ശംഖുമുഖം തീരം കടലെടുത്തിരിക്കുന്ന ഒരു സാഹചര്യമുണ്ട്. തീരം പൂർണ്ണമായും തന്നെ
കടൽ കൊണ്ടുപോയ സാഹചര്യത്തിൽ പരിമിതമായ ഒരു അളവിൽ മാത്രമാണ് ശംഖുമുഖത്ത് ബലിതർപ്പണ ചടങ്ങുകൾ നടക്കുക. അവിടെയും എന്തായാലും ബലിതർപ്പണത്തിനുള്ള ഒരുക്കങ്ങൾ പൂർത്തിയാക്കിയിട്ടുണ്ട്. ഇത് മാത്രമല്ല, അരുവിപ്പുറത്ത് ഗുരുദേവൻ പ്രതിഷ്ഠ നടത്തിയ അരുവിപ്പുറം ശിവക്ഷേത്രത്തിലും ബലിതർപ്പണ ചടങ്ങുകൾക്ക് വേണ്ടിയിട്ടുള്ള ഒരുക്കങ്ങളെല്ലാം പൂർത്തിയായി. അവിടെയും രാവിലെ 5 മണി മുതൽ തന്നെ ബലിതർപ്പണ ചടങ്ങുകൾ ആരംഭിച്ചിട്ടുണ്ട്. നമുക്ക് ഈ ദൃശ്യങ്ങളിൽ കാണുന്നത് പോലെ തന്നെ ഞാനിപ്പോൾ നിൽക്കുന്നത് ഒരു ബലി മണ്ഡപത്തിലാണ്. ഇത്തരത്തിൽ 9 ബലി മണ്ഡപങ്ങളാണ് ഇവിടെയുള്ളത്. ഈ ഒരു ബലി മണ്ഡപത്തിൽ തന്നെ നിരവധി പേർക്ക് ഒരേ സമയം ബലിയർപ്പിക്കുന്നതിനുള്ള ക്രമീകരണം ഒരുക്കിയിട്ടുണ്ട്. അങ്ങനെ 3500ഓളം പേർ ഒരേ സമയം ബലിയർപ്പിച്ച് ഇവിടെ നിന്ന് മടങ്ങും. ഉച്ചയ്ക്ക് 2 മണിവരെയാണ് ഈ ബലിതർപ്പണ ചടങ്ങുകൾ തിരുവല്ലം പരശുരാമ സ്വാമി ക്ഷേത്രത്തിൽ പുരോഗമിക്കുക. മറ്റ് ചെറിയ ക്ഷേത്രങ്ങളിലുമൊക്കെ തന്നെ ഇത്തരത്തിൽ ബലിതർപ്പണ ചടങ്ങുകൾ പുലർച്ചെ മുതൽ ആരംഭിച്ചിട്ടുണ്ട്. എന്തായാലും വിപുലമായ സൗകര്യങ്ങൾ ഒരുക്കിയിട്ടുണ്ട്. ഈ ബലി അർപ്പിക്കാൻ എത്തുന്ന ഭക്തർക്ക് മറ്റ് ബുദ്ധിമുട്ടുകൾ ഒന്നും ഉണ്ടാകാതെ തന്നെ ബലി അർപ്പിച്ച് ഇവിടെ നിന്നും സുരക്ഷിതപരമായി മടങ്ങിപ്പോകുന്നതിനുള്ള സൗകര്യമാണ് പ്രധാനമായും ദേവസ്വം ബോർഡ് ഒരുക്കിയിട്ടുള്ളത്. ഇത്തവണ പ്രധാനമായും ദേവസ്വം ബോർഡിന്റെ ഭാഗത്ത് നിന്ന് ഈ ബലിതർപ്പണ ചടങ്ങുകൾക്ക് വേണ്ടിയിട്ടുള്ള ഫീസ് ഏകീകരണ ഒരു നടപടികൾ കൂടി സ്വീകരിച്ചിട്ടുണ്ട്. 100 രൂപ എന്ന ഒരു നിരക്കിൽ ഫീസ് ഏകീകരണം കൂടി ദേവസ്വം ബോർഡിന്റെ ഭാഗത്ത് നിന്ന് വന്നിട്ടുണ്ട്. എന്തായാലും ഇപ്പോഴും ബലിതർപ്പണ ചടങ്ങുകൾ പുരോഗമിക്കുന്നു. ഉച്ചയ്ക്ക് 2 മണിവരെ തിരുവല്ലം പരശുരാമ സ്വാമി ക്ഷേത്രത്തിൽ ബലിതർപ്പണ ചടങ്ങുകൾ പുരോഗമിക്കും. മറ്റ് ക്ഷേത്രങ്ങളിലും ഇത്തരത്തിൽ ബലിതർപ്പണ ചടങ്ങുകൾ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. പിന്നെ ശരി, ചന്തു ആണ് തിരുവല്ലം ക്ഷേത്രത്തിൽ നിന്ന് തിരുവനന്തപുരത്തും നമുക്കൊപ്പം ചേർന്നത്. വർക്കല പാപനാശം ബീച്ചും മറ്റൊരു പ്രധാനപ്പെട്ട തീർത്ഥ കേന്ദ്രമാണ്. അപ്പോൾ അവിടെയും ചടങ്ങുകൾ പുരോഗമിക്കുന്നുണ്ട് എന്നുള്ളത് ചന്തു ആ ഭാഗത്ത് നിന്ന് റിപ്പോർട്ട് ചെയ്യുന്നു.